കൂത്തുപറമ്പിൽ വൻ നിരോധിത പ്ലാസ്റ്റിക് കവർ വേട്ട. ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന 570 കിലോഗ്രാം വ്യാജ ബയോ ക്യാരി ബാഗുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. വിവിധ പ്രദേശങ്ങളിലെ മൊത്ത വിൽപ്പന സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ക്യാരി ബാഗുകൾ. കോഴിക്കോട് നിന്ന് ലോറിയിൽ കൊണ്ടുവരികയായിരുന്ന നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളാണ് കൂത്തുപറമ്പിൽ വെച്ച് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത്. ബയോ ക്യാരി ബാഗ് എന്ന വ്യാജേന വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്നു ക്യാരി ബാഗുകൾ. പിടിച്ചെടുത്ത ക്യാരി ബാഗുകളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഞങ്ങൾ കൊണ്ടുവന്ന വേറൊരു സാമ്പിളാണ് ഒറിജിനലായിട്ടുള്ള. അത് ഉടനെ ലയിച്ച് കഞ്ഞിവെള്ളത്തിൻ്റെ കളറിലേക്ക്. ഇതാണ് ഡൈക്ലോറോമീഥൈൽ ടെസ്റ്റ്. അപ്പോൾ ഓരോ കവറിനെ കുറിച്ചും ഇത് ഡൈക്ലോറോമീഥൈലിൽ ലയിക്കും. ഇംഗ്ലീഷും മലയാളത്തിൽ. ഇത് ഞങ്ങളെ ടീം പിടിച്ചതിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി വ്യാജ ബയോ ക്യാരി ബാഗാണ്. സാധാരണഗതിയിൽ അനുവദനീയമായതാണ് ബയോ ക്യാരി ബാഗ്. അത് 90 ദിവസം കൊണ്ട് മണ്ണിലേക്ക് പൊടിഞ്ഞു പോകുന്നതാണ് ബയോ ക്യാരി ബാഗ്. പക്ഷേ ആ പേരിൽ സാധാ ക്യാരി ബാഗ്, അതായത് ഒരു കാലത്തും മണ്ണിൽ അലിയാത്ത ക്യാരി ബാഗുകൾ വ്യാജ ബയോ ക്യാരി ബാഗ് എന്ന് പറഞ്ഞ് വിൽപ്പന നടത്താൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് ഞങ്ങൾ പിടികൂടിയത്. ഇത് കോഴിക്കോട് നിന്നുള്ള ഒരു ഏജൻസിയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഇതിൻ്റെ പിറകിലാണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നതിൽ 22 ഡസനിലേറെ കാര്യങ്ങൾ സാമ്പിൾ ടെസ്റ്റ് ചെയ്തതിൽ 7-8 എണ്ണം മാത്രമാണ് ഒറിജിനൽ ക്യാരി ബാഗ് ഉള്ളത്, ബയോ ക്യാരി ബാഗ് ഉള്ളത്. അതിന് വില ആണെങ്കിൽ ഒരു 130 രൂപേൻ്റെ മുകളിൽ വരും. അപ്പോൾ ഇവരെ ഇൻവോയ്സിൽ 60 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോഴേ നമുക്ക് സംശയമുണ്ട്. പിന്നെ ഈ ബ്രാൻഡ് ഞങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ടെസ്റ്റ് ചെയ്തതാണ്. ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇതിന് പുറത്ത് ഡൈക്ലോറോമീഥൈൻ ലായനിയിൽ സൊല്യൂബിൾ ആണെന്ന് എഴുതി വെച്ചിരിക്കണം. പക്ഷേ ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ ഞങ്ങളത് നേരിട്ട് ഡൈക്ലോറോമീഥൈൻ ലായനി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ടില്ല, ടെസ്റ്റിൽ അത് അലിഞ്ഞു പോവില്ല, അതേപോലെ കിടക്കും. പക്ഷേ ഒറിജിനൽ ബയോ ക്യാരി ബാഗ് ആണെങ്കിൽ ആ പീസ് ഉടനെ ഇതിൽ അലിഞ്ഞ് ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കളറിലേക്ക് മാറും. ഇത് എത്ര സമയം ഇതിലിട്ട് വെച്ചാലും ഒന്നാവില്ല. യഥാർത്ഥ പ്ലാസ്റ്റിക് തന്നെയാണ് ഇത്. നിരോധിത ക്യാരി ബാഗാണ്. അപ്പോൾ ഇത്രയും വലിയ ക്വാണ്ടിറ്റി 570 കിലോ പിടിച്ചത് ആദ്യമാണ്. ഞങ്ങൾ യഥാർത്ഥത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് ചെക്കിങ്ങിന് വേണ്ടി പോകുമായിരുന്നു. അപ്പോഴാണ് ഈ വണ്ടി മുന്നിൽപ്പെട്ടത്. അപ്പോൾ ഇതിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി വെക്കുന്ന കണ്ടപ്പം പേപ്പർ കപ്പും സംഗതികളിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ ചോദിച്ചാണ്. അപ്പം ഇൻവോയ്സ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. കോഴിക്കോട് നിന്ന് കടത്തുകയായിരുന്നു. ഇതേ മറ്റൊരു ബ്രാൻഡിലുള്ളത് ഞങ്ങൾ പാനൂരിൽ നിന്ന് കഴിഞ്ഞ മാസം പിടിച്ചിരുന്നു. അത് 68 കിലോ. അതും കോഴിക്കോട് നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. കണ്ണൂർ ജില്ലയിൽ ഇത് ഇരിട്ടി, പേരാവൂർ ഭാഗങ്ങളിലേക്കുള്ളതാണ് ഈ ഇതിൻ്റെ അകത്ത് പിടികിട്ടുള്ളത്. പക്ഷേ ഇവരെ വണ്ടി തന്നെ മറ്റു സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട്. കാഞ്ഞങ്ങാട്, കാസർഗോഡ് ഇത് മൊത്ത വിതരണ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകും. കാരണം ഇതിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയാൽ 180, 100 അങ്ങനെയൊക്കെ ക്വാണ്ടിറ്റി ഉള്ളത്. മറ്റേതാണെങ്കിൽ ചെറിയ ഒന്നല്ല. പക്ഷേ ഇത് ഹോൾസെയിൽ ഇതാണ്. എല്ലാ ആഴ്ചയും ഇവരെ വണ്ടി വരുന്നുണ്ട്. വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനിടെ ഇത്രയധികം നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ പിടികൂടുന്നത് ജില്ലയിൽ ആദ്യമായാണ്. കൂത്തുപറമ്പ്, മട്ടന്നൂർ, പേരാവൂർ, ഇരിട്ടി, ശിവപുരം, ഉളിക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ മൊത്ത വിൽപ്പന സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ക്യാരി ബാഗുകൾ. പിടിച്ചെടുത്ത ക്യാരി ബാഗുകൾ 10,000 രൂപ പിഴ ഈടാക്കുന്നതടക്കമുള്ള തുടർ നടപടികൾക്കായി കൂത്തുപറമ്പ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് കൈമാറി. എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, സ്ക്വാഡ് അംഗങ്ങളായ PS പ്രവീൺ, ശ്രീഹരി, കൂത്തുപറമ്പ് നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ P സുബിൻ, PK സജിത, അഞ്ജു ജോർജ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.